ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. ഇന്ന് എടുക്കാൻ പോകുന്നത് BPAG 172ൻ്റെ അടുത്തൊരു ചാപ്റ്ററാണ്. അതിനു മുമ്പായിട്ട് ഇപ്പോൾ എക്സാം അടുത്ത് വരികയാണ്. കുറേ ആൾ ഇപ്പോഴായിരിക്കും പഠിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാകുക. അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള BPAG 172ൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, വളരെ ഹെൽപ്ഫുള്ളാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സമ്മറൈസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള നോട്ട്സാണ്. നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ അത് നല്ല ഹെൽപ്ഫുള്ളാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനാലിസ് ചെയ്യുക. അതിനുശേഷം ഈ നോട്ട്സും ഒക്കെ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി നോട്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റ് 10 കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗവേണൻസിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എഫക്റ്റീവായിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്തിന് അത്യാവശ്യമാണ്? ആ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക്, ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആകാൻ, ആ ബിസിനസ് സ്റ്റേബിൾ ആകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായാൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് വെൽഫെയർ ആയിട്ട് അതിന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രോങ് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആവും. അതുപോലെ തന്നെ ആ ബിസിനസ് എന്താവും? സസ്റ്റൈനബിൾ ആവും. ഓക്കെ, ഇത്രയും നമുക്കിവിടെ പറയാം. അതിനുശേഷം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ദർ ആർ 3 key players in the corporate governance sector. 3 കീ പ്ലെയേഴ്സാണുള്ളത്. ആരൊക്കെയാണ്? ഒന്ന് ഷെയർ ഹോൾഡേഴ്സാണ്, അതായത് ആ ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്തവർ. രണ്ടാമത്തേത് ആരാണ്? എക്സിക്യൂട്ടീവ് മാനേജ്മെൻ്റ് ആണ്. അവരാരാണ്? ആ ബിസിനസ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാരെയാണ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇവർ ആർക്ക് റെസ്പോൺസിബിളാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ റോളായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സില്ലേ, അതായത് ആ ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് എലക്റ്റ് ചെയ്യുന്ന പീപ്പിളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവർ അക്കൗണ്ടബിളാണ് ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, മനസ്സിലായല്ലോ? 3 കീ പ്ലെയേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് ഷെയർ ഹോൾഡേഴ്സ്, സെക്കൻഡ് വൺ ഈസ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി അടുത്ത് നമുക്ക് പറയാം, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് അബൌട്ട് ദ വേ ദ ബിസിനസ് ഈസ് ഡയറക്റ്റഡ്, മോണിറ്റേർഡ് ആൻഡ് കൺട്രോൾഡ് ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ്സിനെ എങ്ങനെ ഡയറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്തു, കൺട്രോൾ ചെയ്തു, എങ്ങനെ അത് അതിൻ്റെ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന ഒരു വേ ആണ് എന്ത്? കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, എത്തിക്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, മോറൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു മാക്സിമൈസ് ദ ഷെയർ ഹോൾഡർ വാല്യൂ ഇൻ എ കമ്പനി. ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ? അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്തും കൂടി എൻഷുർ ചെയ്യണം? ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ് ഏൺ ചെയ്യുക, വിശ്വാസം ഏൺ ചെയ്യുക, കോൺഫിഡൻസ് ഏൺ ചെയ്യുക. ആരുടെ? ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം ഏൺ ചെയ്യുക, ട്രാൻസ്പെറൻസി കൂട്ടുക, ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ബിസിനസ്സിലെ കസ്റ്റമേഴ്സിൻ്റെയും എംപ്ലോയേഴ്സിൻ്റെയും എന്ത് ചെയ്യുക? അവരോട് മോറലായിട്ട്, അവരോട് എത്തിക്കലായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ this is possible when there is a transparency, openness, boldness and fairness and justice. ഇത് എപ്പോൾ മാത്രമേ സാധ്യമാകുള്ളൂ? ഇങ്ങനെയൊക്കെ എപ്പോഴാണ് ഒരു കമ്പനിക്ക്, ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുക? അവിടെ എന്തുണ്ടായാൽ മാത്രം? ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, ബോൾഡ്നെസ്, ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. ഈ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ബിസിനസ്സിൽ. ഓക്കെ, ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഫോളോയിങ് വേസ്. പല രീതിയിലും ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെബി, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ഓൾ അബൌട്ട് റെക്കഗ്നിഷൻ ബൈ മാനേജ്മെൻറ്റ് അബൌട്ട് ദെയർ റോൾ ആസ് കോർപ്പറേറ്റ് ട്രസ്റ്റീസ് ആൻഡ് ഇമ്മ്യൂട്ടബിൾ വിച്ച് കനോട്ട് ചേഞ്ച്. Rights of shareholders as they are the real owners of the
കമ്പനി. അപ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റെക്കഗ്നീഷൻ ബൈ മാനേജ്മെൻറ്റ് അബൌട്ട് ദ റോൾ. മാനേജ്മെൻറ്റ് എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? അവരുടെ റോള് റെക്കഗ്നൈസ് ചെയ്യണം ആസ് എ കോർപ്പറേറ്റ് ട്രസ്റ്റി ആൻഡ് they should be അക്കൗണ്ടബിൾ ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ആരുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം? ഷെയർ ഹോൾഡേഴ്സുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അവർ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് അവരുടെ റോള് കോർപ്പറേറ്റ് ഗവേണൻസിൽ റെക്കഗ്നൈസ് ചെയ്യണം. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഇമ്മ്യൂട്ടബിൾ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനീൻ്റെ റിയൽ ഓണറായിട്ട് ആരെയാണ് കണക്കാക്കുന്നത്? അതിൽ മണി ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ റോള് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡെഡിക്കേഷൻ ടു ക്യാരി ഔട്ട് ഗുഡ് ബിസിനസ് പെർഫോമൻസ് ത്രൂ പ്രോപ്പർ എത്തിക്സ് ആൻഡ് വാല്യൂസ് ബൈ ഡിഫറൻഷ്യേറ്റിംഗ് കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ റിസോഴ്സസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്പനി മാനേജ്മെൻറ്റ്. അപ്പോൾ എന്ത് ഡെഡിക്കേഷനോട് കൂടി തന്നെ ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ചെയ്യണം. അത് എന്തിലൂടെ ആക്കണം? പ്രോപ്പർ എത്തിക്സും വാല്യൂവും ഒക്കെ കൊടുത്തുകൊണ്ട് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ റിയൽ ഓണർ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്നാണ് സെബി പറയുന്നത്. ഓക്കെ, The Institute of Company Secretaries of India defines corporate governance as a blend of rules. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് റൂൾസ്. ഒരുപാട് നിയമങ്ങളുള്ള ഒരു പ്രാക്ടീസാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ദാറ്റ് എനേബിൾ കമ്പനീസ് ടു അട്രാക്ട് ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അത് എന്തിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്? ജനങ്ങളെ, അതായത് ഹ്യൂമണിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മണിയെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പെർഫോം എഫിഷ്യൻ്റ്ലി ആൻഡ് ദെയർ ബൈ മാക്സിമൈസ് ലോങ് ടേം വാല്യൂ. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാകുമ്പോൾ ആ ബിസിനസ്സിന് എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ടേം വാല്യൂ, അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ലോങ് ടേം വാല്യൂ മാക്സിമൈസ് ചെയ്ത് കൊടുക്കുന്നു. ബിസൈഡ്സ് റെസ്പെക്റ്റിംഗ് ദ എക്സ്പ്രഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിൽ ആ കമ്പനിയിലുള്ള മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനുടെ എത്തിക്സിനും വാല്യൂവിനും ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട് അല്ലേ? അതായത് അതിലുള്ള എംപ്ലോയീസ് ആയിക്കോട്ടെ, അതിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഷെയർ ഹോൾഡേഴ്സിനോടായിക്കോട്ടെ, എല്ലാവരോടും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എത്തിക്സ്, അവരോടൊക്കെ ഒരു മൊറാലിറ്റിയിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദ കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ദാറ്റ് വാസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 2003 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നാരായണ മൂർത്തി ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് റണ്ണിങ് ബിസിനസ്, ഗവേണൻസ് ഈസ് അബൌട്ട് എൻഷുറിങ് ദാറ്റ് ഈസ് റൺ പ്രോപ്പർലി. അതായത് കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് നാരായണ മൂർത്തി പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കമ്പനി, ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ റണ്ണ് ചെയ്യാനാണെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് നല്ല രീതിയിൽ റണ്ണ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുവർ ചെയ്യാനാണ് ഗവേണൻസ്. മാനേജ്മെൻറ്റ് എന്തിനാണ്? ആ ബിസിനസ് റണ്ണ് ചെയ്യാനാണെങ്കിൽ ഗവേണൻസ് എന്തിനാണ്? ആ ബിസിനസ് നല്ല രീതിയിൽ റണ്ണ് ചെയ്യുന്നുണ്ടോ നോക്കാൻ. വെറുതെ റണ്ണ് ചെയ്താൽ പോരാ. അതായത് അവരുടെ എംപ്ലോയീസിന് വില കൊടുക്കാതെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാതെ വെറുതെ അങ്ങ് റൺ ചെയ്യുന്നൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്. ഗവേണൻസ് ഉണ്ടെങ്കിൽ അത് എത്ര നല്ല രീതിയിൽ അത് റണ്ണ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ? ഇനി നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നെസസറി. എന്തിനാണ് നെസസറി? ബ്രിങ് ക്ലാരിറ്റി ടു ദ റെസ്പെക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്, company managers, shareholders and auditors, and enhance the accountability so as to strengthen trust in the corporate system. Okay, ആൻഡ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാരിറ്റി വരുള്ളൂ. റെസ്പോൺസിബിലിറ്റി, ഒരു അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കമ്പനി മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണോ ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് എന്തിനെ കൂട്ടും? എൻഹാൻസ് ദ അക്കൗണ്ടബിലിറ്റി ആൻഡ് സ്ട്രെങ്തൻ ദ ട്രസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇത് അക്കൗണ്ടബിലിറ്റിനെയും അതുപോലെ തന്നെ ട്രസ്റ്റിനെയും സ്ട്രെങ്തൻ ചെയ്യും. ഇനി
നെക്സ്റ്റ് പോയിന്റ് എന്താ, കോർപ്പറേറ്റ് ഗവേണൻസ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. അത് ആരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ബോത്ത് ലോക്കൽ ആൻഡ് ഫോറിനൽ. നമ്മൾ കൺട്രിയിൽ തന്നെ ഉള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അഷ്വർ ദം ദാറ്റ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സെക്യൂർ ആൻഡ് എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്. അതായത് അതുപോലെ തന്നെ അവർക്കൊരു ഉറപ്പ് നൽകുകയാണ്, അവർക്കൊരു വിശ്വാസം നൽകുകയാണ്. എന്തിന്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ സെക്യൂർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂർ ആണെന്നുള്ളൊരു ഉറപ്പ് ഏതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും? ആ ഒരു ബിസിനസ്സിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താ, ഇറ്റ് പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ്. അതായത് ഫ്രോഡുള്ള പരിപാടികളൊന്നും പിന്നെ അവിടെ നടക്കില്ല. അതുപോലെ തന്നെ അൺഎത്തിക്കൽ ബിഹേവിയറും ഒന്നും അവിടെ നടക്കില്ല. അതായത് നല്ല എത്തിക്കൽ വാല്യൂയോടുകൂടി ആ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? കോർപ്പറേറ്റ് ഗവേണൻസ് വേണം. ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്, നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഓൾസോ ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് കമ്പനീസ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഇതെന്തിനെ ഉണ്ടാക്കും? നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പനീസിനെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ, ഇറ്റ് എൻഹാൻസ് ദ പെർഫോമൻസ്. ഇത് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും ഓഫ് ദോസ് എൻട്രസ്റ്റഡ് ടു മാനേജ് കോർപ്പറേഷൻ. അതിലുള്ള എംപ്ലോയീസിൻ്റെ ആയാലും അതിലുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പെർഫോമൻസിനെ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ, ഇറ്റ് പ്രൊമോട്ട് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് എത്രത്തോളം ലിമിറ്റഡ് ആയാൽ പോലും, ഇനി എത്ര തന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിലും അതിൻ്റെയൊക്കെ യൂസ് വളരെ എഫക്റ്റീവായിട്ട്, ലിമിറ്റഡ് റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? കോർപ്പറേറ്റ് ഗവേണൻസ് ആ ബിസിനസ്സിലുണ്ടെങ്കിൽ സഹായകമാകും. പിന്നെ അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാം, എൻഷുർ ലോങ് ടേം വാല്യൂ ക്രിയേഷൻ, പെർഫോമൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ കമ്പനി. ഓക്കെ, ഇത് എന്തിനെ എൻഷുർ ചെയ്യും? ഒരു ലോങ് ടേം വാല്യൂയെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ലോങ് ടേം പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആക്കും. ആ കമ്പനിയെ സസ്റ്റൈനബിൾ ആക്കാൻ ആര് സഹായിക്കും? കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. അതുപോലെ തന്നെ ഇറ്റ് ബിൽഡ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ കോർപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഗവേണൻസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ പബ്ലിക്കിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാവും, എല്ലാവർക്കും കോൺഫിഡൻസ് ആയിരിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായാലും അതിൽ വർക്ക് ചെയ്യാനായാലും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് അത് ബിൽഡ് ചെയ്യും എന്നും നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ആർ ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാരാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ OECD, ദ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, എൻഷുറിങ് ദ ബേസിസ് ഫോർ ആൻ എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക്. അതായത് ഒരു നല്ലൊരു ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ, അതിന് നല്ലൊരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടായിരിക്കണം. ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക് ഷുഡ് പ്രൊമോട്ട് ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്. അത് എന്തിനാ പ്രൊമോട്ട് ചെയ്യണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ. അതായത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരൊക്കെ അറിഞ്ഞിരിക്കണം. അത്രയും ട്രാൻസ്പെറൻറ്റ്, ഒരു ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദ റൂൾ ഓഫ് ലോ. നിയമങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ, ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കീ ഓണർഷിപ്പ് ഫങ്ഷൻസ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക് ഷുഡ് പ്രൊട്ടക്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ എക്സസൈസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. അവരുടെ റൈറ്റിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. കാരണം അവർ അത്രയും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അവരെ എന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. തേർഡ് വൺ എന്താ, ദ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യണം. ദ ഫ്രെയിംവർക്ക് ഷുഡ് എൻഷുർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് മൈനോറിറ്റി ആൻഡ് ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ്. പുറത്തുനിന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, മൈനോറിറ്റി പീപ്പിൾ ആയിക്കോട്ടെ, ആരും തന്നെ ആയിക്കോട്ടെ, അവരെ ഈക്വലി ട്രീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, and all shareholders should have the opportunity to obtain effective redress for violation of their rights. അപ്പോൾ അവരെല്ലാവർക്കും ഒരേപോലത്തെ ഓപ്പർച്യൂണിറ്റി തന്നെ കൊടുത്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ എന്താ, എന്ത് പ്രിൻസിപ്പിളാണ്? ദ റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, അവരുടെയൊക്കെ റോൾ എന്ത് ചെയ്യണം? പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. ദ ഫ്രെയിംവർക്ക് ഷുഡ് റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഓർ ത്രൂ
മ്യൂച്വൽ എഗ്രിമെൻറ്റ് ആൻഡ് എൻകറേജ് ആക്റ്റീവ് കോപ്പറേഷൻ ബിറ്റ്വീൻ കോർപ്പറേഷൻ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ആ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എന്ത് തന്നെ കാര്യമായാലും അതിലെല്ലാം ആക്റ്റീവായിട്ട് ആരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും രണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഷെയർ ഇട്ട ആൾക്കാരാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതിൽ എംപ്ലോയി ആകാം, വർക്കേഴ്സ് ആകാം, ആരും ആകാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്താ? ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം അല്ലേ. ദ ഫ്രെയിംവർക്ക് ഷുഡ് എൻഷുർ ദാറ്റ് ടൈംലി ആൻഡ് അക്യുറേറ്റ് ഡിസ്ക്ലോഷർ ഈസ് മെയ്ഡ് ഓൺ ഓൾ മെറ്റീരിയൽ മാറ്റേഴ്സ്. അതായത് അവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എല്ലാവർക്കും ആ ഇൻഫോർമേഷൻ ലഭിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താ? ദ റെസ്പോൺസിബിലിറ്റി. ആറാമത്തെ പ്രിൻസിപ്പളാണ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ബോർഡ്. അതായത് ദ ഫ്രെയിംവർക്ക് ഷുഡ് എൻഷുർ ദ സ്ട്രാറ്റജിക് ഗൈഡൻസ് ഓഫ് ദ കമ്പനി. അതായത് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് പറഞ്ഞു കൊടുത്തിരിക്കണം. ദ എഫക്റ്റീവ് മോണിറ്ററിംഗ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ദ ബോർഡ് ആൻഡ് ദ ബോർഡ്സ് അക്കൗണ്ടബിലിറ്റി ടു ദ കമ്പനി ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ്. മാനേജ്മെൻറ്റ് ആരുമായിട്ട് നല്ല രീതിയിൽ പോകണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ പോകണം, അവരുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം? ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ്, ആ ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം. അങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റി, നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അടുത്തൊരു പ്രിൻസിപ്പൾ. ഓക്കെ. The aim and objective of these principles are to standardize and professionalize the management of enterprise. ഇതൊക്കെ എന്തിനെ പ്രൊമോട്ട് ചെയ്യും? ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യും? ആ ഒരു ബിസിനസ്സിനെ നല്ല എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ നടക്കും. അതായത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണ് അല്ലേ. അതായത് ആരെയും തന്നെ മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇൻക്ലൂഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എൻഹാൻസ് ദ ബോർഡ് പെർഫോമൻസ്, ബോർഡിൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യും, അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യും. ആരിലേക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്തൊക്കെ മോഡൽസ് ആണുള്ളത്? പലതരത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. അത് 3 ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആംഗ്ലോ സാക്സൺ മോഡൽ. എന്താണ് ആംഗ്ലോ സാക്സൺ മോഡൽ? ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ് കൺട്രോൾ മോഡൽ. അതായത് ഇതിൽ കൺട്രോൾ ചെയ്യുക ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സാണ്. പുറത്തുനിന്ന് വരുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോളായിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റുക. ദിസ് മോഡൽ ഈസ് പ്രിവലൻറ്റ് ഇൻ UK ആൻഡ് USA. ഈ ഒരു മോഡൽ അധികം കണ്ടുവരുന്നത് UK ആൻഡ് USAയിലൊക്കെയാണ്. ഇതിൽ കീ പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സുമാണ്. ഇവർ 3 ആക്കുവാണ് ഇതിൽ വാല്യൂ. ആർക്ക്? മാനേജ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ക്യാൻ ബി നോട്ടീസ്ഡ് ദാറ്റ് ദ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ പ്ലേസ്ഡ് ഇൻ ടോപ്പ് പൊസിഷൻ അക്രോസ് ദ വേൾഡ്. ഇൻ ദിസ് മോഡൽ ദ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് പവേഴ്സ് ടു അപ്പോയിൻറ്റ് ആൻഡ് ഡിസ്മിസ് ദ ഡയറക്ടേഴ്സ്. ഈ ഒരു മോഡലിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ് പവർ. അവർക്ക് എന്ത് ചെയ്യാം? അപ്പോയിൻറ്റ് ചെയ്യാം. ആരെ? ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. ഓക്കെ. ബട്ട് ദേ ഡു നോട്ട് എക്സസൈസ് ഡയറക്റ്റ് കൺട്രോൾ ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻ്റർപ്രൈസ്. പക്ഷേ അവർക്ക് ഏതിലേക്ക് ഡയറക്റ്റ് കൺട്രോൾ കൊടുത്തുകൂടാ? ആ കമ്പനിയുടെ, ആ എൻ്റർപ്രൈസിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് ഡയറക്റ്റ് കൺട്രോൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. Okay, the boards of directors carry out the corporate activities with the help of various committees and the chief executive officers. ഇനി നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ജപ്പാനീസ് മോഡലാണ്. ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കാണ്. അതിൽ ആരൊക്കെയാണുള്ളത്? സപ്ലയേഴ്സും ബയ്യർ കമ്പനീസും അടങ്ങുന്ന ഒരു നെറ്റ്വർക്കാണ് ജപ്പാനീസ് മോഡൽ. പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റ്. ആർക്കുള്ള കോഡ് ഓഫ് കണ്ടക്റ്റാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. ഇതാരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടറിനെ സെലക്ട് ചെയ്യുന്നത്? അതിലുള്ള ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ. The board of directors of the corporation consists of fully insiders. They are the heads of the central administrative body. അവരാണ് ഹെഡ്സ്. ആരുടെ? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരെല്ലാം എന്താണ്? ഫുള്ളി ഇൻസൈഡേഴ്സാണ്. പുറമേ നിന്നുള്ള ആൾക്കാരൊന്നും അതിലേക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് വരില്ല. ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ്, കൺട്രോളിങ് ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഉള്ള ഒരു റെസ്പോൺസിബിൾ ആരാണ്? അതിനൊക്കെ റെസ്പോൺസിബിൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം
The Japanese model basically represents the interest of companies and employees rather than the shareholders. ജപ്പാനീസ് മോഡൽസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു കമ്പനിയിലെ എംപ്ലോയീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലെ ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ആ കമ്പനിയിലെ എംപ്ലോയീസിന് കൂടുതൽ റോള് കൊടുക്കുന്ന ഒരു മോഡലാണ് Japanese model. The Japanese boards are larger than the boards of UK, USA and Germany. The approximate number of members of the board is 50. ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 50 മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി തേർഡ് ടൈപ്പ് ഈസ് കോണ്ടിനെൻ്റൽ മോഡൽ അല്ലെങ്കിൽ ഫ്രാങ്കോ ജർമ്മൻ മോഡൽ എന്നും നമുക്ക് പറയാം. The German model is different from the UK, US and Japan model. ഈ നേരത്തെ പറഞ്ഞ ആംഗ്ലോ സാക്സൺ മോഡലിനും ജപ്പാൻ മോഡലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് കോണ്ടിനെൻ്റൽ മോഡൽ. ഓക്കെ, ചില ഫാക്ടേഴ്സ് സിമിലർ ആണെങ്കിൽ പോലും ഇത് ജപ്പാൻ മോഡലുമായിട്ട് ചില ഫാക്ടേഴ്സൊക്കെ ഇതിൻ്റെ സിമിലർ ആണ്. എന്നാൽ ഉദാഹരണത്തിന് ഇൻ ജർമ്മനി ദ ലോങ് ടേം സ്റ്റേക്സ് ഓഫ് ദ കോർപ്പറേഷൻ ആർ ഹെൽഡ് ബൈ ദ ബാങ്ക് വിച്ച് ഈസ് സിമിലർ ടു ദ ജപ്പാനീസ് മോഡൽ. അതായത് ഈ ഒരു മോഡലിൽ ലോങ് ടേം സ്റ്റേക്സ് ഒക്കെ കോർപ്പറേഷൻ്റെ സ്റ്റേക്സ് ഒക്കെ ആരാണ് ഹെൽഡ് ചെയ്യുക, പിടിച്ചു വെക്കുക? ബാങ്കാണ് പിടിച്ചു വെക്കുക. ഈ ജപ്പാനീസ് മോഡലിലും ഇതുപോലെ തന്നെയാണ്. വെർ ദ ബാങ്ക് ഒഫീഷ്യൽ റെപ്രസെൻറ്റ് ദ സ്റ്റേക്സ് ഓഫ് ജപ്പാനീസ് കോർപ്പറേഷൻ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മോഡൽസും ഏതൊക്കെ, കോണ്ടിനെൻ്റൽ മോഡലും ജപ്പാനീസ് മോഡലും രണ്ടും ഏകദേശം ഒരേ മോഡൽസിലൂടെയാണ്, അതായത് അതിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഒരുപോലെയാണ്. രണ്ടും 2 ടയർ സിസ്റ്റമാണ്. അവരുടെ ഫങ്ഷൻ മാനേജ് ചെയ്യാൻ രണ്ടും 2 ടയർ സിസ്റ്റമാണ്. അതിൽ ജപ്പാൻ എന്ന മോഡലിൽ, ജപ്പാനീസ് മോഡലിൽ എന്ത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ജനറൽ കമ്മിറ്റിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആണുള്ളത്. എന്നാൽ കോണ്ടിനെൻ്റൽ മോഡലുള്ളത് മാനേജ്മെൻറ്റ് ബോർഡും സൂപ്പർവൈസറി ബോർഡുമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് രണ്ടാളത് നോക്കുകയാണെങ്കിൽ ജർമ്മൻ മോഡലിൽ, അതായത് കോണ്ടിനെൻ്റൽ മോഡലിൽ കോർപ്പറേഷൻ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ബാങ്ക് ട്രാൻസാക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഫിനാൻസിനേക്കാളും. ഓക്കെ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ മോഡൽ ആർക്കാണ് മേജർ റോൾ കൊടുക്കുന്നത്? ഓഡിറ്റേഴ്സ് കമ്മിറ്റി. ഓഡിറ്റേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെയും ലേബറിൻ്റെയും റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഓഡിറ്റേഴ്സ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ കോണ്ടിനെൻ്റൽ മോഡലിൽ ആർക്കാണ് വാല്യൂ അധികം കൊടുക്കുന്നത്? സ്റ്റോക്ക് ഹോൾഡേഴ്സിനും ലേബേഴ്സിനുമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ പലതരം ചേഞ്ചസ് ഉണ്ടെങ്കിലും ഈ മോഡൽസ് എല്ലാം ഏകദേശം ഒരേ ഫീച്ചേഴ്സ് കാണിക്കുന്നവരാണ്. ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള വേരിയേഷൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കുമുള്ള കീ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തത് ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ഡയറക്ടേഴ്സ് ഹൂ റെപ്രസെൻ്റ് ദം. ഈ 3 മോഡലിൽ നമുക്ക് കാണാൻ കഴിയും ഷെയർ ഹോൾഡേഴ്സാണ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത്? എലക്ട് ചെയ്യുന്നത് അല്ലേ? അവരാണ് വോട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആരാണ് എലക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സാണ് എലക്ട് ചെയ്യുന്നത്. ഈ 3 മോഡലിലും അതൊരു സിമിലാരിറ്റിയാണ്. പിന്നെ എന്താണ് സിമിലാരിറ്റി? ഡയറക്ടേഴ്സ് വോട്ട് ഓൺ കീ മാറ്റേഴ്സ് ആൻഡ് അഡോപ്റ്റ് ദ മെജോറിറ്റി ഡിസിഷൻ. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്? അതായത് കീ മാറ്റേഴ്സ് എന്ന് പറയുന്നത് അതിലെ എന്താ പറയുക, വലിയ വലിയ ഡിസിഷനുകളൊക്കെ പിന്നെ വോട്ട് ചെയ്യുകയും അതിലേക്കുള്ള ഒപ്പീനിയൻ വോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മെജോറിറ്റി ഡിസിഷനൊക്കെ എടുക്കുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പിന്നെ അടുത്തൊരു സിമിലാരിറ്റി എന്താ? ഡിസിഷൻസ് ആർ മെയ്ഡ് ഇൻ എ ട്രാൻസ്പെറൻറ്റ് മാനർ സോ ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതേഴ്സ് ക്യാൻ ഹോൾഡ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ. എല്ലാ തീരുമാനങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് കാണത്തക്ക രീതിയിൽ, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കാണത്തക്ക രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കണം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടത്? ഡിസിഷൻസ് തീരുമാനിക്കേണ്ടത്. അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി അക്കൗണ്ടബിൾ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റായിട്ട് സിമിലാരിറ്റി പറയാം. ദ കമ്പനി അഡോപ്റ്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ടു ജനറേറ്റ് ദ ഇൻഫർമേഷൻ നെസസറി ഫോർ ഡയറക്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു മേക്ക് ഡിസിഷൻ. കമ്പനി എന്ത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്? പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണിത്? ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യാൻ. ആർക്ക് വേണ്ടിയിട്ടുള്ള? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 നമുക്കത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ദ കമ്പനി പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് അഡ്ഹിയർ ടു അപ്ലിക്കബിൾ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലോസ്. കമ്പനിയുടെ പോളിസീസും പ്രാക്ടീസൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ
ലോസ്, അതിൻ്റെയൊക്കെ നിയമത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റിൻ്റെയും ലോക്കൽ നിയമങ്ങൾക്കും അതീതമായിട്ടാണ് കമ്പനിയുടെ പോളിസീസും പ്രാക്ടീസസും ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഇതിൻ്റെ സിമിലാരിറ്റീസാണ്. ഈ 3 മോഡലിൻ്റെയും സിമിലാരിറ്റീസാണ് എന്ന് മനസ്സിലാക്കുക. 3 മോഡലിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക: ആംഗ്ലോ സാക്സൺ മോഡൽ, ജപ്പാനീസ് മോഡൽ ആൻഡ് കോണ്ടിനെൻ്റൽ മോഡൽ. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് ഇവിടെ കാണുന്നത് ഗ്രോത്ത് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗ്രോത്തിനെ 2 പേഴ്സ്പെക്റ്റീവിലായിട്ട് ഇവിടെ പറഞ്ഞിരുന്നുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ പേഴ്സ്പെക്റ്റീവ്, പിന്നെ ഒരു ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ. എങ്ങനെയാണ് ഈ 2 പേഴ്സ്പെക്റ്റീവിലും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ വളർച്ച എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ പേഴ്സ്പെക്റ്റീവിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കാഡ്ബറി റിപ്പോർട്ട് ഓഫ് 1992. അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? കാഡ്ബറി റിപ്പോർട്ട് ഓഫ് 1992 ആണ്. ഈ റിപ്പോർട്ടിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിം വർക്ക്, എങ്ങനെ കോർപ്പറേറ്റ് ഗവേണൻസ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഫ്രെയിം വർക്കാണ് ഈ റിപ്പോർട്ടിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എന്തിനെ എംഫസൈസ് ചെയ്യുന്നു? ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് എത്തിക്കൽ കോഡ്സ് ഫോർ കമ്പനീസ്. ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യണം, എന്തൊക്കെ എത്തിക്കൽ കോഡ്സാണ് അത് നോക്കി കാണേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് കൺട്രീസ് ഈ കാഡ്ബറി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസാണ് മോഡലാക്കി എടുത്തിട്ട് അവരുടെ കൺട്രീസിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ സിനാരിയോയിൽ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ട്രേസസ് ബാക്ക് ടു ദ ഗവൺമെൻറ്റ്സ് ഇനീഷ്യേറ്റീവ് ഇൻ 1915 വെൻ എ കമ്മിറ്റി ലെഡ് ബൈ H.C. ബാബ. ഓക്കെ, ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സ്, അവർ 1950 ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ്, അതായത് H.C. ബാബ ഒരു കമ്മിറ്റി ലെഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് വാസ് ടാസ്ക്ഡ് വിത്ത് റിവൈസിങ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിവൈസ് ചെയ്തിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദിസ് എഫേർട്ട് ലെഡ് to the enactment of the Companies Act of 1956 which came into effect on April 1, 1956. ഈ ഒരു എഫേർട്ട് ഏതിലേക്ക് ലെഡ് ചെയ്തു? കമ്പനീസ് ആക്ട് നിർമ്മിക്കാൻ. എപ്പോൾ? 1956 ഒരു കമ്പനീസ് ആക്ടിൻ്റെ എനാക്ട്മെൻറ്റിലേക്ക് ഈ ഒരു എഫേർട്ട് ലീഡ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇത് എഫക്റ്റീവ് ആയത് എപ്പോൾ മുതലാണ്? ഇത് എഫക്റ്റീവ് ആയി തുടങ്ങിയത് April 1, 1956 പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ആക്ട് എന്തായി മാറി? ബിക്കെയിം ദ ഫൗണ്ടേഷൻ ഫോർ റെഗുലേറ്റിംഗ് കമ്പനീസ് ബോർഡ്സ് ആൻഡ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കമ്പനി എങ്ങനെ ബോർഡ് മെമ്പേഴ്സ് റെഗുലേറ്റ് ചെയ്യണം, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ ഗവേണൻസ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഈ ഒരു ആക്ടിലാണ്. ഏത് ആക്ടിലാണ്? കമ്പനീസ് ആക്ട് ഓഫ് 1956. ഓക്കെ, പോസ്റ്റ് 1991 ശേഷം ഡ്യൂ ടു ദ എക്കണോമിക് റിഫോഴ്സ് ഇൻവോൾവിങ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ വന്നു? ഡീറെഗുലേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനൊക്കെ വന്നതിന് ശേഷം ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോഴാണ് ഇന്ത്യക്ക് മനസ്സിലായത് മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് സെക്ടർ സ്ട്രെങ്തൻ ആവൂ എന്ന് ഇന്ത്യക്ക് മനസ്സിലായത് ഈ ഒരു ടൈമാണ്. ഓവർ ദ ഇയേഴ്സ് സെവറൽ കമ്മിറ്റീസ് have played a pivotal role in shaping governance reforms. അപ്പോൾ അതിനുശേഷം ഒരുപാട് കമ്മിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എടുക്കാൻ തുടങ്ങി. ഏതിൽ? ഷേപ്പിംഗ് ദ ഗവേണൻസ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ 3 ഒരു 5 ഇവിടെ പറയുന്നുണ്ട്. കുമാരമംഗലം ബിർള കമ്മിറ്റി 1999, പിന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002, പിന്നെ നാരായണ മൂർത്തി കമ്മിറ്റി 2003, പിന്നെ ആദി ഗോദ്രേജ് കമ്മിറ്റി 2012, പിന്നെ ഉദയ് കോട്ടക് കമ്മിറ്റി 2017. ഇങ്ങനെ വേരിയസ് ഓർഗനൈസേഷൻസ് സച്ച് ആസ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, പിന്നെ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതുപോലെ അസോസിയേറ്റഡ് ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് പ്രൊഫഷണൽ ബോഡീസ് ലൈക്ക് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇവരൊക്കെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാൻ തുടങ്ങി? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് കോർപ്പറേറ്റ്
കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദ കൺട്രിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാനും ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടി ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങി എന്നിവിടെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എഫേർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോക്കസ് ചെയ്യുന്നത്? അതായത് അവരെന്തൊക്കെ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഷുവർ ദ ബോർഡ്സ് ഇൻഡിപെൻഡൻസ്. അതായത് ഒരു കോർപ്പറേറ്റിൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആകണം. അപ്പോൾ ബോർഡ്സിൻ്റെ ഇൻഡിപെൻഡൻസ് ആണ് അവർ എൻഷുവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു കോർപ്പറേറ്റിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ട്രാൻസ്പെറൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ് ട്രാൻസ്പെറൻ്റ് ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റബിലിറ്റി ഫോർ ദ ബിസിനസ്സിന് കൂട്ടുന്നുണ്ട്, ക്രെഡിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത കൂട്ടുന്നുണ്ട്. ഓക്കെ, ദീസ് എഫേർട്സ് ആർ എസെൻഷ്യൽ ഫോർ ഫോസ്റ്ററിങ് എ ഫെയർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിന് എസെൻഷ്യലാണ്? ഇന്ത്യയിൽ നല്ലൊരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എൻഹാൻസ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിലുള്ളത് എന്ന് നോക്കാം. എൻഷുറിങ് എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല അല്ലേ. കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. ഡെസ്പൈറ്റ് ഹാവിങ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്സ് ദെയർ ആർ സർട്ടൻ ചലഞ്ചസ്. ഗവേണൻസ് കോഡ്, അതായത് പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാണ് ചലഞ്ചസ്? Effective enforcement mechanism is to ensure that the codes of governance are adhered to and governance standards are maintained. അതായത് നല്ലൊരു മെക്കാനിസം വേണമല്ലേ എന്ത് എൻഷുർ ചെയ്യാൻ? ഗവേണൻസിൻ്റെ എല്ലാ കോഡ് ഓഫ് കണ്ടക്റ്റും നല്ല രീതിയിൽ അനുസരിച്ചിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടും പോകുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു എഫക്റ്റീവായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം വേണം. അതില്ലാത്തത് ഒരു ചലഞ്ചാണ്. ഇനി നമുക്ക് അടുത്ത ചലഞ്ച് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പലതരം ആൾക്കാരടങ്ങിയതല്ലേ. അപ്പോൾ ഓരോരാൾക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൽ. അപ്പോൾ ഇങ്ങനെ പലതരം അഭിപ്രായങ്ങൾ വരുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ആവുകയും അതൊരു ചലഞ്ചായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി തേർഡ് നമ്പർ എന്താ? ബാലൻസ്ഡ് കമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ടു എൻഷുർ പ്രോപ്പർ മിക്സ് ഓഫ് സ്കിൽസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ ബോർഡ് റൂം ഡിസിഷൻസ്. അതായത് എല്ലാം ബാലൻസ് ചെയ്യണം. എങ്ങനെ? പിന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ സ്കിൽസും പിന്നെ അതുപോലെ തന്നെ ബോർഡിൻ്റെ പെർസ്പെക്റ്റീവ്സും ഡിസിഷൻസും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. ബാലൻസ്ഡ് കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ടു എൻഷുർ പ്രോപ്പർ മിക്സ് ഓഫ് സ്കിൽസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അതായത് സ്കില്ലും പെർസ്പെക്റ്റീവും എല്ലാം എന്താ ചെയ്യുക, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവരും ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ? എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി ടു ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് എല്ലാവർക്കും അക്കൗണ്ടബിൾ ആകുക. അതായത് എംപ്ലോയീസിനും പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും അക്കൗണ്ടബിൾ ആകുക. അതായത് എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ടബിളായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. പിന്നെ നെക്സ്റ്റ് എന്താ? മോണിറ്ററിങ് ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ ഫങ്ഷനിങ്ങിനെ മോണിറ്റർ ചെയ്യുക, എക്സ്പെഷ്യലി ഓഫ് ദ ബോർഡ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാ ഫങ്ഷനെയും മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ചലഞ്ചാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതായത് ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ലേബേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണല്ലേ ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഈ ഓഡിറ്റ് കമ്മിറ്റി എഫക്റ്റീവ് ആകുക എന്നൊരു പോയിൻ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇവിടെ വേറൊരു ടേം പറയുന്നുണ്ട്, കൈറെറ്റ്സു എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ടേമാണ്. അത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? അതൊരു ബിസിനസ് നെറ്റ്വർക്കിനെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിൽ ആരൊക്കെ ഉൾപ്പെടും? ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് കമ്പനീസ്, മാനുഫാക്ചേഴ്സ്, സപ്ലൈ ചെയിന്, പാർട്ട്നേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫിനാൻഷ്യൽസ്, അങ്ങനെ പലതരം ആൾക്കാരും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, കൈററ്റ്സു എന്നുള്ള ജപ്പാനീസ് ടേം നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. പിന്നെ അതിൽ പറയലാണെങ്കിൽ കൈററ്റ്സു വർക്ക് ടുഗദർ, ഹാവ് ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് സംടൈംസ് ടേക്ക് സ്മോൾ ഇക്വിറ്റി സ്റ്റേക്സ് ഇൻ ഈച്ച് അതർ. അവരെന്ത് ചെയ്യും, പരസ്പരം വളരെ എന്താ പറയുക ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഡിഫറെൻറ്റ് കമ്പനീസും അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സൊക്കെ തമ്മിൽ നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം എന്ത് ചെയ്യും, ഒരു സ്മോൾ ഇക്വിറ്റി ഈച്ച് അതേഴ്സിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. പരസ്പരം ഒരു സ്മോൾ ഇക്വിറ്റി എന്ത് ചെയ്യും, ടേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, പക്ഷേ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. പക്ഷേ എല്ലാവർക്കും മറ്റൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ഇക്വിറ്റി സ്റ്റേക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഈ കൈററ്റ്സു എന്ന് പറയുന്നത്, കൈററ്റ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഇറ്റ് റോസ് ടു പ്രൊമിനൻസ് ആഫ്റ്റർ വേൾഡ് വാർ II. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയത്. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്തിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ജപ്പാനിൻ്റെ സൈബാറ്റ്സുൻ്റെ ഡിസ്ട്രക്ഷൻ വന്നു. അതിനുശേഷമാണ് കൈററ്റ്സു റോസ് ആയെന്നുള്ളൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഹൊറിസോണ്ടൽ കൈററ്റ്സു ഈസ് ആൻ അലയൻസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ലെഡ് ബൈ എ ബാങ്ക് ദാറ്റ് പ്രൊവൈഡ്സ് ദം വിത്ത് ഫിനാൻസ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കൈററ്റ്സു എന്ന് പറയുന്നത് എന്താ, അത് ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ്, അലയൻസ് ആണ്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിൽ എന്താവും, ഒരു അലയൻസ് വെക്കും. അതിനെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ കൈററ്റ്സു എന്ന് പറയുക. ഇതിൽ ആരാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്ക് രണ്ടു പേർക്കും ആരാ പ്രൊവൈഡ് ചെയ്യുക, ഒരു ബാങ്ക് തന്നെ അവർക്ക് ഫിനാൻസ് പ്രൊവൈഡും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് വേർട്ടിക്കൽ കൈററ്റ്സും ഉണ്ട്. അതെന്തിനാണ് റെഫർ ചെയ്യുന്നത്, മാനുഫാക്ചേഴ്സ്, സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പാർട്ടണിങ് അപ്പ് ടു കട്ട് കോസ്റ്റ് ആൻഡ് ബിക്കം മോർ എഫിഷ്യൻറ്റ്. അതായത് സപ്ലയേഴ്സും മാനുഫാക്ചറും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുകയാണ്, പാർട്ട്ണർ ചെയ്യുകയാണ്. എന്തിനാണ്, കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സപ്ലയേഴ്സും മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു അലയൻസിനെ നമുക്ക് വേർട്ടിക്കൽ കൈററ്റ്സു എന്ന് പറയാം. ഹൊറിസോണ്ടൽ കൈററ്റ്സിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ അലയൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിലുള്ള അലയൻസിനെ നമുക്ക് ഹൊറിസോണ്ടൽ കൈററ്റ്സു എന്ന് പറയാം. ഇതിൽ ഫിനാൻസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബൈ എ ബാങ്ക്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.